നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലേ? നമുക്കിന്നിവിടെ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങ ഞാൻ ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 15 മുതൽ 30 മിനിറ്റ് വരെ. 1 കിലോ ചിക്കന് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. നല്ല ബസ്മതി അരി എടുക്കുന്നതാണ് നല്ലത്. 3 ഗ്ലാസ് അരി നമുക്ക് ഒരു 15 to 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. 2 സവാള ഞാൻ ഫൈനായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നു. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 തക്കാളി, 1 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ വാങ്ങി വയ്ക്കുന്നു. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ നമ്മളിട്ട് വഴറ്റുന്നു. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി, അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും മുളക് ഇടുന്നു, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുന്നു, ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വഴണ്ട് വരും. അതിലേക്ക് നമ്മൾ തക്കാളിക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ മസാലയ്ക്കുള്ള ഗ്രേവി വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക്. ഇത് മുഴുവനായും വേവിക്കുന്നില്ല, കാരണം നമ്മൾ റൈസിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടി ഇത് വേവിക്കുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ 4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ഇതിനാവശ്യമുള്ള സ്പൈസസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, തക്കോലം, ബേ ലീവ്സ്, ഏലക്ക, ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി അത് നന്നായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നു. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഇതിനാവശ്യമുള്ള വെള്ളം ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 4.5 ഗ്ലാസ്
വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഞാൻ വേറെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. കൂടാതെ ഞാൻ ഇതിലേക്ക് ചിക്കൻ വെന്ത് വരുമ്പോൾ കിട്ടുന്ന ആ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അരി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നാരങ്ങ പകുതി മുറിച്ചിട്ട് അത് രണ്ടായിട്ട് ഞാൻ കഷ്ണമായിട്ട് മുറിച്ച് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കൂടാതെ ഒരു ഹാഫിൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. ഇത് അരി കട്ടയാകാതിരിക്കാൻ നല്ലതാണ്. ചിക്കൻ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് 2 ടീസ്പൂൺ തൈര് ഒഴിക്കുന്നു. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. വെള്ളം ഏകദേശം പറ്റി വരാറാകുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യുന്നു. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്യുന്നു. ചിക്കൻ ആഡ് ചെയ്യുന്നതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം തയ്യാറാക്കി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളിത് തുറക്കാവൂ. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്തിടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ സിമ്പലാണ് ഈ കൈ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുക, ഫീഡ്ബാക്ക്സും തരിക. ബൈ.